ഹായ് ഓൾ അസ്സലാമു അലൈക്കും. തൻഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ദിവസമായില്ലേ നേരെയുള്ളൊരു വീഡിയോ ചെയ്തിട്ട് തന്നെ ഏകദേശം ഒരു രണ്ടര മാസത്തിൻ്റെ അടുക്കായി തോന്നുന്നല്ലേ. അപ്പോൾ ലാസ്റ്റ് ഞാൻ ചെയ്തത് പെരുന്നാൾക്ക് കുറച്ച് ദിവസം മുമ്പ് അങ്ങനെ തോന്നുന്നു, ശരിക്കും ഓർമ്മയില്ല, അങ്ങനെ ആയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ മല മരിച്ച് അങ്ങനത്തെ എല്ലാം ഇതായില്ലേ, അങ്ങനെ പിന്നെ എന്തിനൊരു മൂടില്ലാതായി. ഉമ്മ എന്നുള്ള ചെല്ലാനും പറയാനും വാക്കുകളില്ലാന്നില്ല എനിക്ക്. ഉമ്മ പെരുന്നാക്കില്ലേ പെരുന്നാളിൻ്റെ ഓർഡറെല്ലാം എടുക്കുമ്പോഴെല്ലാം എന്തു കൈ നീലം ഉമ്മക്ക്. അപ്പം ഒരു അരമനസ്സിൽ തന്നെ ഞാൻ എടുത്തിനത് ഓർഡർ വേണ്ടേ പല കുറേ ആളെന്നോട് വിളിച്ചിട്ട് ചോദിച്ചിന് ഓർഡറിൻ്റെ എന്ത് കാണുന്നു. ഞാൻ പെരുന്നാൾക്ക് ഒരു 10-15 ദിവസം മുമ്പ് തന്നെ സ്റ്റാറ്റസ് ഇടും. അപ്പോൾ കുറേ എന്നോട് അധികം മേങ്ങുന്ന പറഞ്ഞാൽ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ സ്റ്റാറ്റസ് ഒന്നും കാണുന്നില്ല, അല്ല ഓർഡർ എടുക്കുന്നത് ഞങ്ങൾക്ക് ഇടാൻ എന്നെ പേടിയായിക്കൊണ്ടേ സ്റ്റാറ്റസ് എന്താ അപ്പം എല്ലാം ഉമ്മക്ക് നല്ലോണം കഴിഞ്ഞില്ല. എപ്പോഴൊക്കെ കുറേ ആയി, ഇപ്പോൾ കഴിയാതെ ഏകദേശം ഒരു 4-4.5 കൊല്ലത്തിൻ്റെ അടുക്കായി. എന്നാലും ഇങ്ങനെ നല്ലോണമായിട്ട് ഇപ്പം ഇങ്ങനെ ആയിട്ട് ഒരു ഫുഡ് കഴിക്കാൻ കഴിയാതെയും എല്ലാം ആയിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ നമുക്ക് ഓർഡറിൻ്റെ ഇതാക്കാൻ തന്നെ പേടിയാണ്. എവിടെയെങ്കിലും എല്ലാവരും ഒത്തിട്ട് നമുക്ക് ഇതായിപ്പോൾ കൊടുക്കാൻ കഴിയാതായിപ്പോൾ നല്ല ചെല്ലിട്ട് ഞാൻ ഇങ്ങനെ എന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നേരം നമുക്ക് ഒരിക്കൽ നല്ല ഓണാന്ന്, ഒരിക്കൽ നേരെ സൈറ്റ് ഇങ്ങനെ നമ്മൾ നോക്കുന്നത് ചെറുങ്ങനെ എന്തെങ്കിലും ബിസം പറയുന്നത് അങ്ങനെല്ലാം ഒരു സമാധാനം നമുക്ക് ഇപ്പം നേരെ ഉണ്ടല്ലോ എന്തില്ല എന്നിട്ട് അങ്ങനെയാണ്. പിന്നെ ഒരിക്കൽ കുറച്ച് കഴിയുമ്പോൾ എന്ത് കഴിയുന്നില്ല. ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു പായലാന്ന് എല്ലാവരും ഒരിക്കൽ പാതിരാക്ക് ഒരിക്കലും 2-3 വട്ടം പോയി നമ്മൾ ഒരു 5 മണീൻ്റെ നേരത്ത്, പിന്നെ ഒരു 3 മണീൻ്റെ നേരത്ത് അങ്ങനെയെല്ലാം നല്ലോണം കഴിയുന്നില്ല. ഇങ്ങനെ മേലോട്ട് നോക്കിയെടുത്ത് ബാക്കി അതിന് അങ്ങനെ നിലയിലിട്ട് ഒരു ശ്വാസം കിട്ടാതെ പോലെ അതിന് നോമ്പിനല്ലേ ഇല്ലേ 2-3 വട്ടം നമ്മൾ എല്ലാം നമ്മൾ കുടുംബക്കാർ തേച്ച് വന്നിന് ഒരൊറ്റ ഇങ്ങനെ നല്ലോണം കഴിയാതായിട്ടല്ലോ. അപ്പോൾ അത് എത്ര കിടത്തത്തിലായിട്ടുണ്ടെങ്കിൽ എത്ര നമുക്ക് ഇതായെങ്കിൽ ഒരു ഇതാന്നില്ലേ നമ്മളെ ഉമ്മ എന്നെല്ലുമ്പോൾ അല്ല ഈ എന്തായിപ്പോണ്ടെന്നിട്ടൊരു എന്തോ പോലെ പറയാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് നമുക്കൊരു പിന്നെ ഇപ്പോഴും നമുക്കൊരു പെരക്ക് പോയിട്ട് നമുക്ക് തന്നെയില്ലേ ഒരു എന്തോ ഒരു എല്ലാവരും ഇങ്ങനെ അപ്പം ഇങ്ങനെ പോലാന്ന് എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഉമ്മാനൊരു കണ്ടില്ലെങ്കിൽ ഒരു കിരക്കരാന്ന്. മന പോയി നോക്കിയില്ലെങ്കിൽ ഒരു കുളിപ്പിച്ചില്ലെങ്കിൽ ഒരു ബൈക്കിട്ട് കൊടുത്തില്ല എന്തോ ഒരു ബേജാറ് പോലെ ഇപ്പോൾ നമുക്കൊരു അങ്ങനെ പോയിക്കൊണ്ടല്ലേ. ഇപ്പോൾ പോയിട്ടാകുമ്പോഴേക്കില്ലേ നമ്മൾ ഡയറക്റ്റില്ലേ പോകുന്നത് തന്നെ ഉമ്മാൻ്റെ ബെഡ്റൂമിലേക്ക് തന്നെയല്ലേ എപ്പോഴും കഴിയാതപ്പോൾ ഉമ്മയുടെ ഈ ഉമ്മാൻ്റെ അടുത്ത് ഇരുന്ന് വിഷയം പറഞ്ഞില്ലെങ്കിൽ അമ്മ എന്നെ അവിടെ ചുറ്റും ഇരുന്നിട്ട് ഉമ്മാൻ്റെ അടുത്ത് ഉണ്ട്. അപ്പോൾ ഉമ്മ ഇങ്ങനെ ഉമ്മക്ക് വിഷയം പറയുന്നതും അടുത്തിരിക്കുന്നതും നോക്കുന്നതിൽ ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരും മക്കളെല്ലാം എല്ലാവരും അടുത്തിരുന്നിട്ട് മുണ്ടുമ്പോൾ ഒരു മക്കൊരു സമാധാനം, നമുക്കൊരു സമാധാനം. ഉമ്മനെ കാണുമ്പോൾ അവിടെ ഉമ്മണ്ടല്ലോ എന്ന്. ഇപ്പം നമ്മൾ ആങ്ങളായെങ്കോ അങ്ങനെ ഓനയുടെ സ്കൂളിൽ അവിടെ പോയി വന്ന് നേരെ ഓൻ്റെ ബെഡ്റൂമിലേക്ക് പോകുന്നതിന് പിന്നെ ഫസ്റ്റ് ഉമ്മാൻ്റെ അടുത്ത് പോകും. ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് ഇരുന്നിട്ട് ഉമ്മാനെ കൊത്തുറിച്ച് മുത്തിയിട്ട് വേണം ഓനക്കും മീത്തൊക്കെ പോകണമെങ്കിൽ തന്നെ മീത്തൊന്നൊരിക്കൽ വന്ന് ബൈലോട്ട് എനിക്ക് ബെഡ്റൂം അത് എനിക്കൊരു ഹാബിറ്റായി. നമ്മളായിട്ട് ഇത് ഓനായി നോക്കിക്കൊണ്ടാ നമ്മ ഇപ്പം എപ്പം ഇങ്ങനെ പോകുന്നതല്ലേ. ഓന് പണ്ടേ അക്കാഡമിയിൽ സാറായിട്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഓന് പോയിക്കൊണ്ടതിന് 2-3 കൊല്ലം മുമ്പാന്ന് തോന്നുന്നു, ശരിക്കും ഓർമ്മയില്ല. അപ്പം തന്നെ ഓനുമ്മാനെ കുളിപ്പിച്ചിട്ട് ഉമ്മാനെ ഫ്രഷാക്കിയിട്ട് ഉമ്മാക്ക് ഓതിയിട്ട് കുറേ നേരം ഓതിയിട്ട് മാഷാ അല്ലാഹ് സുബഹി നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് കുറേ നേരം ഉമ്മാനെ ഓതിയിട്ട് എല്ലാം ഉമ്മാൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അതിന് ശേഷം ഓൻ അക്കാഡമിക്ക് പോയിക്കൊണ്ടായത്. അപ്പം മുതൽ ഇപ്പം വരെ ഓൻ തന്നെ മാഷാ അല്ലാഹ് അങ്ങനെ നോക്കിക്കൊണ്ടതിനത്. ഞമ്മ നോക്കിയെന്നില്ലേ അങ്ങനത്തെ നമുക്ക് മാപ്പിളൻ്റെ പെരയും മക്കളും നമ്മളെ തലമ്പും അതും ഇതെല്ലാം ആയിട്ട് കഴിഞ്ഞിട്ടായിട്ട് പോകുന്നത്. ഓന് പക്ഷേ എവിടെ പോവാണ്ട് കോഴിക്കോട് എന്ത് പഠിക്കാൻ ഇപ്പം അന്നോന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല, SSC എന്തോ പഠിക്കാൻ എന്ത് നിങ്ങൾക്ക് ഓർമ്മയില്ല. പഠിക്കാനെല്ലാം എനിക്ക് കോഴ്സിനെല്ലാം കൂടിയിട്ടും ഇതായിട്ടെല്ലാം ഉണ്ടായി. പക്ഷെ ഉമ്മ കഴിയുന്നില്ല, ഉമ്മ കയറിയുന്നു എപ്പോഴും വിളിക്കുന്നില്ല. ആ കോഴ്സേ മതിയാക്കിയിട്ട് ആടുന്ന് വന്നതാണ്. ഫസ്റ്റ് ഓൺലൈനിൽ പഠിക്കാമെന്നുള്ളൊരു കോഴിക്കോട് നിന്ന് വിട്ടിട്ട് വന്ന് പിന്നെ ഇവിടെ ഉമ്മൻ്റെ തന്നെ ആയിട്ടില്ലേ അതന്നെ ഓനെ വിട്ടിട്ടാണ് പിന്നെ അഫ്സലൂഷൻ തുടങ്ങിയത്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഇപ്പോൾ നല്ല നിലയിൽ അൽഹംദുലില്ലാഹ് പോകുന്നുണ്ട് അഫ്സലൂഷന്. അങ്ങനെ അവന് കോഴിക്കോട് വിട്ടിട്ട് വന്നൊരു ഇതാണ്. ഇതായിപ്പോണ്ട ഉമ്മാക്ക് അത്ര ബേജാറായിപ്പോണ്ട ഉമ്മാനിതായിപ്പോണ്ട ഉമ്മാക്ക് അങ്ങനെ എന്നിട്ട് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഭയങ്കര ഒരു സന്തോഷമാണ് അവനെ നിരീക്കുക ഞങ്ങൾക്ക് തന്നെ. ഇപ്പം എന്തോ ഒരു സങ്കടമൊന്നുമില്ലെങ്കിൽ നമുക്ക് ചെറുപ്പത്തിലേ ഉപ്പാവില്ല ഉമ്മാവില്ല എന്നുള്ളൊരു
ഒരു നമുക്കിങ്ങനെ ഒന്നിച്ചിട്ട് കൂടുമ്പോൾ അറിയുന്നില്ല. ഒറ്റക്കൊറ്റയ്ക്ക് നമ്മളെ പോരയിലെല്ലാം ഇരിക്കുവാക്കില്ലേ, അല്ലാ പറഞ്ഞറിയിക്കാൻ നമ്മളിങ്ങനെ പറയില്ല. നമുക്ക് തന്നെ ഇത്ര വലുതായിട്ടില്ലേ, സഹിക്കാൻ കഴിയുന്നില്ല. അപ്പം ഈ ചെറിയ ചെറിയ പിള്ളമാർതെല്ലാം ഉമ്മ ഉപ്പാവും മരിച്ച ആ മക്കളെല്ലാം അവസ്ഥ എന്തോ ഒരു സഹിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഇപ്പം ഞങ്ങൾ ഇത്ര മക്കൾ ഇതെല്ലാം ഇപ്പോൾ ആങ്ങളെയും അനിയത്തിയാണ് ലാസ്റ്റ് നല്ലോണം വിചാരിക്കും ഒരു സങ്കടമാകുന്നത്. എന്താണെന്ന് അറിയുന്നില്ല. ഇപ്പം ഞമ്മക്കിപ്പോൾ എപ്പോഴും ആ പള്ളിയിൽ നല്ല വരുമ്പോഴേക്കെല്ലാം ഉമ്മ കിടന്നിട്ട് തന്നെ. പക്ഷെ എന്നാലും ഉമ്മ ഉണ്ട് എന്നിട്ട് നമുക്കൊരു ഉമ്മാൻ്റെ റൂമിൽ കിടക്കുമ്പോൾ ഉമ്മാൻ്റെ തിരിഞ്ഞിട്ട് വിഷം പറയുമ്പോൾ അതാകുമ്പോൾ ഒരു വേറെ തന്നെ ഒരു ഫീൽ. ഇപ്പം ആ ഇല്ലാതെ പിന്നെ ആ ബെഡ്റൂമിലേക്ക് പോവാൻ കഴിയാത്ത അങ്ങനെയാണ് നമുക്കൊരു. ഇപ്പോൾ പോയെങ്കിൽ അവിടെ ഉമ്മണ്ട അങ്ങനെ ഒരു തോന്നലാണ് നമുക്കൊരു. എന്തോ ഒരു ഫീൽ തന്നെ ഇപ്പം. അതൊരു പറഞ്ഞങ്ങ് മനസ്സിലാവില്ല, അങ്ങനത്തെ ഒരു ഫീലാണ് ഇപ്പം തന്നെ. ഇത്രയും എണിക്കാൻ കഴിയുന്നേലും ആ കിടന്നിരുത്തും വീൽ ചെയറിൽ അങ്ങനെ തന്നെയല്ലേ. പക്ഷെ കഴിഞ്ഞ നോമ്പിന് വരെ നമ്മൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് പുറത്ത് പോയിട്ട് എന്തുമില്ല, ജസ്റ്റ് എല്ലാവരും ഒരു സാധനം ഓരോന്നും ഉണ്ടാക്കിയിട്ട് പുറത്ത് പോയിട്ട് നോമ്പ് പറഞ്ഞിട്ടുണ്ടായിന്. അത് എടപ്പം കാസർഗോഡ് അങ്ങോട്ടോ പോയിട്ട് അപ്പം വരെ ഞാൻ ഉമ്മാനെ വീൽ ചെയറിൽ ഇരിക്കാൻ വരെ കഴിയുന്നില്ല. ഇങ്ങനെ ഇരുന്നിരുന്ന് എന്നാലും ആ ഉള്ളിൽ തന്നെ ഇരുന്നിട്ടൊരു ബോറാണ്ട ഒരു ഇതാണ്ടാന്നിട്ട് നമ്മൾ ട്രാവലറാക്കിയിട്ട് എല്ലാവരും പോയതാണ് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴും കൊണ്ടുപോയിട്ടില്ലേ ഉമ്മ ഇങ്ങനെ പുറമെല്ലാം ഒന്ന് നോക്കട്ട് കാണട്ട് ഇതാക്കട്ട് നിലനിൽത്തില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കഴിയുന്ന പോലെ കൊണ്ടുപോയിക്കൊണ്ടതിന് അത് പൊന്തിച്ചിട്ട് നമുക്ക് എത്ര മെലിഞ്ഞിട്ട് അങ്ങനെ എന്നാലും പൊന്തിക്കാനിരുത്താനും കഴിഞ്ഞില്ലെങ്കിലും ഞങ്ങളാട്ടിയില്ല ആങ്ങളെ എത്തിയിട്ടും എടുത്തിട്ടും കൊണ്ടുപോയിട്ടും കൊടുത്തിട്ടും എനിക്ക് ഉമ്മാനെ അവിടെ കൊണ്ടുവന്ന ഞങ്ങൾ ഇങ്ങനെ വെച്ചല്ലോ ഉമ്മ കഴിയുന്നില്ലല്ലോ ജുബ വേണ്ട ഉമ്മ ഇടയ്ക്കിടയ്ക്കിട്ട് ഞമ്മ പോയിട്ട് വരാം, നീ പോയിട്ട് വന്നില്ലേ അവന് കേൾക്കാമല്ലോ, അവന് എവിടെ പോകുന്നു പക്ഷേ ഉമ്മ വേണം. ഉമ്മാനെ ഒന്നിച്ചിട്ട് എങ്ങനെ കഷ്ടപ്പെട്ട് അത് നമുക്ക് കാണുമ്പോഴല്ലേ ഇങ്ങനെ കരച്ചിൽ ഇങ്ങനെ നടു പിടിച്ചിട്ട് ഇങ്ങനെ പൊന്തിക്കുമ്പോൾ നല്ല പ്രഷർ കൊടുക്കണ്ടേ. ഇങ്ങനെ എത്ര മെലിഞ്ഞോറായെങ്കിലേ നമുക്കത് പൊന്തിക്കാൻ കഴിയാതപ്പോൾ ഓനത് നമ്മളോട് ചൊല്ലി വേണ്ട വിട് ഞാനാക്കാം എന്നിട്ട് ഓനക്ക് തന്നെ ചെയ്യുന്നതാണ് ഇഷ്ടം. ഉമ്മാനെ കുളിപ്പിക്കാനും എടുക്കാനും കിടത്താനും ഇരുത്താനും കൊണ്ടുപോകാനും ഓനക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാഷാ അല്ലാ. അങ്ങനെ ഉമ്മക്ക് ഉംറക്ക് ഭയങ്കര ആശയുണ്ടായി. പക്ഷേ അത് ഉമ്മക്ക് വീൽ ചെയറിലാന്നതിന് മുമ്പ് പോയിനാന്ന് തോന്നുന്നു. കുറച്ച് കൊല്ലമായി പോയിട്ട്. അപ്പോൾ എല്ലാം ഇങ്ങനെ കഴിയുന്നില്ല, വലിയൊരു കഴിയുന്നില്ല, മെല്ലെ ഇങ്ങനെ സ്ലോ ആയിക്കൊണ്ട് പോകുന്നുണ്ടായിന്. അപ്പോൾ കുറേ ആൾ ചോദിക്കുന്നുണ്ടായിന് ഉമ്മക്ക് എന്ത് അസുഖമാണ്. നമുക്ക് പാർക്കിൻസൺസ് എന്നൊരു അസുഖം വന്നതാണ്. നമ്മളെ കാലിൻ്റെ കൂടെയും തലയോളമുള്ള ഞരമ്പില്ലേ അതിങ്ങനെ വീക്കായിക്കൊണ്ട് പോകുന്നത്. അതിങ്ങനെ ആയിരത്തിലൊരാൾക്കെല്ലാം വരുന്ന അസുഖം. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ അധികം ഒരാളെ കാണലുണ്ട്. നമ്മുടെ എല്ലാം പോയിട്ടാകുമ്പോൾ എൻ്റെ ഉമ്മാക്കുണ്ട് എൻ്റെ മാമാക്കുണ്ട് നല്ല ചെറുതായിരിക്കും നമുക്ക്. അതിങ്ങനെ ഫസ്റ്റില്ലേ സ്ലോ ആയിക്കൊണ്ട് വരുന്നത്, നടത്തത്തിൽ ബിസ്യത്തിൽ ഒരു വേറെ വരുന്നത് അങ്ങനത്തെ എല്ലാം വരുന്നത്. പിന്നെ അത് സ്ലോ ആയിട്ട് വീൽ ചെയറിലായി, പിന്നെ അടനെ കിടന്നേരത്തായി, അങ്ങനെ പിന്നെ മെലിഞ്ഞോണ്ട് പോലാണ് അങ്ങനത്തെ ഒരു അസുഖമാണ്. പക്ഷേ ആർക്കും അങ്ങനത്തെ ഒരു അസുഖം കൊടുക്കാണ്ടിരിക്കട്ടെ. ഞങ്ങൾ എപ്പോഴും വിചാരിക്കുന്നത് നമ്മളെ ഉമ്മാനെ കണ്ടത് ഇനി ആർക്കും അങ്ങനത്തെ ഒരു രോഗം കൊടുത്തിട്ടുണ്ടാകും. ഇങ്ങനെ നമ്മൾ കൺമുമ്പിൽ തന്നെ ഇങ്ങനെ സ്ലോ ആയി നേരെ ഇരുന്നോണ്ടായിക്കൊണ്ട് ഉമ്മാല പണ്ട് ഞങ്ങളാട്ടി ഉഷാറാഞ്ഞു. മുമ്പെല്ലാം ആര് വന്നെങ്കിലും പെരുന്നാൾ അപ്പോഴൊക്കെ പച്ചരി അരിച്ചിട്ട് തന്നെ മറ്റേ പുളിവാളെല്ലാം ചുടുന്നതും നെയ്പ്പത്തിൽ ചുടുന്നതും പൂരി അങ്ങനത്തെ എല്ലാം നമുക്ക് ഭയങ്കര ഇഷ്ടം. തിന്നാൻ കൊടുക്കുന്നത് എല്ലാവരും നേരാക്കുന്നത് പെരുന്നാക്കുന്നത് പോകുന്നത് വരുന്നത് എല്ലാത്തിലും ഭയങ്കര ആക്റ്റീവാഞ്ഞു. അങ്ങനത്തെ ഉമ്മ ഇങ്ങനെ ആയിരുന്നാലും ഇപ്പം ഞങ്ങൾക്ക് തന്നെ പേടിയാവുന്നു മനസ്സിൽ. നാളെ നമ്മളെല്ലാം അവസ്ഥ എന്താവും രോഗാർക്കും വരാം എങ്ങനെയും വരാം. ഇപ്പോഴത്തെ അങ്ങനെ തന്നെ പോക്കുമല്ലേ നാളെ പോകുന്നതല്ല. എപ്പോൾ വയസ്സാകുന്നത് ഏയില നാളെ പോകുന്നതെന്നറിയുന്നില്ല. ഞങ്ങൾ ഇങ്ങനെ പറയല്ല എന്താവും നമ്മളെല്ലാം അവസ്ഥ. നമുക്ക് ഇങ്ങനെ എന്തോ ഒരു പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സംഭവങ്ങളാണ് ഞങ്ങളെ മുന്നിൽ ഇങ്ങനെ കിടന്നുകൊണ്ട് പോകുന്നത്. ഉമ്മമാറില്ല എന്നെല്ലാം പിന്നെ ഞമ്മടെ ഒരു സീറോ ആയി. നമ്മളൊരു എന്തോരവസ്ഥ തന്നെ അതൊരു. ഉമ്മക്ക് ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്ന എല്ലാത്തേക്കും പോകുന്ന വലിയ പള്ളിക്ക് നേർച്ചാക്കുന്ന പള്ളിക്ക് കൊണ്ടുപോകുന്ന അങ്ങനത്തെ ഭയങ്കര ഇഷ്ടം. എവിടെയെങ്കിലും പള്ളിയെല്ലാം ഇല്ലേ പഴയതായിട്ട് കണ്ടെങ്കിലും ഉമ്മക്കൊരു ബേജാറ്. ഈ പള്ളിക്ക് ഞാൻ പെയിൻറ്റ് കൊടുക്കുക നേർച്ചാക്കാം, അല്ലെങ്കിൽ പള്ളി കെട്ടുന്ന പാതിയിലുണ്ടെങ്കിൽ ഞാൻ സിമെൻറ്റ് കൊടുത്തിട്ട് അങ്ങനത്തെ എല്ലാം നേർച്ചാക്കലാന്ന്. അങ്ങനെ ചില ലാഭവും അത്ര വലുത് നേർച്ചാക്കണം
നമ്മ ഒരു ഇതാക്കുന്നല്ലേ ഉമ്മ അങ്ങനെ ഒന്നും നോക്കല്ല. പള്ളി കെട്ടിയിട്ട് പാതിയിലാൻ പറ്റുണ്ടെങ്കിൽ അതിൽക്ക് സിമെൻറ്റ് കൊടുക്കുക, അതിൽക്ക് മറ്റേ കല്ല് കൊടുക്കാൻ നിറച്ചാക്കുന്ന, അല്ലെങ്കിൽ ഇരുമ്പ് കൊടുക്കാൻ നിറച്ചാക്കുക, എന്തെങ്കിലും ഇങ്ങനെ നിറച്ചാക്കല്ല. നമുക്ക് പേടിയാവല്ല. അന്നേരം നമുക്കൊരു കൈയമ്പലയോ കാലമ്പലയോ കാല് കൊടുക്കുക, കൈ കൊടുക്കുക, അങ്ങനത്തെ എല്ലാം നിറച്ചാക്കുന്നുണ്ട്. ഉമ്മാൻ്റെ ആഹാരം വിളിച്ചാക്കി കൊടുക്കട്ടെ പഠിച്ചോനെ. അപ്പോൾ അങ്ങനത്തെ എല്ലാം ഇതാണ്. കുറേ നേർച്ചയുണ്ടായി. മാഷാ അല്ലാ. അജ്ജി ഇപ്പോൾ ഓരോരുത്തേക്ക് കൊണ്ടുപോയിട്ടില്ല. ഉമ്മാൻ്റെ എല്ലാ നേർച്ചയും കൊടുത്തിട്ടെല്ലാം തീർത്തതാണ്. ലാസ്റ്റ് എല്ലാത്തേക്ക് കൊണ്ടുപോയിട്ട് ഏടെല്ലാം ഉണ്ട് ഉമ്മ ഏടെ നിറച്ചാക്കിന് ഏടാക്കിനെന്നല്ല. ഏടെങ്കിലും ഒരു പാവങ്ങളെ ഇതേ മറ്റേ കണ്ടെങ്കിൽ അടുക്ക് നിറച്ചാക്കി, അല്ലെങ്കിൽ ഇപ്പുറത്തെ ഏടെങ്കിലും പെണ്ണുമൊക്കെ ഭാഗത്ത് അങ്ങനത്തെ കൊണ്ട് അയൽക്ക് നിറച്ചാക്കി. എല്ലാം ഒരിങ്ങനെ എന്ത് ചേർന്ന് ഒരു സാധാരണ കുറച്ച് കൂടുതലാണ് ഉമ്മക്ക് അങ്ങനെ. അതുകൊണ്ട് തന്നെ ഉമ്മാനെല്ലാം നമ്മളെ ഫാമിലിയുള്ള എളപ്പന്മാർക്കായെങ്കിലും മുത്തമ്മാൻ്റെ മക്കൾക്ക് മുത്തമ്മമാർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഉമ്മ. ഇത്ര ഇപ്പോൾ കഴിയാതൊക്കെ അടുത്തതിലായിട്ടും ഇത്ര ആൾക്കാർ ഉമ്മാനെ കാണാൻ വന്നെന്നില്ലേ ഒരു കണക്കില്ല. അറിഞ്ഞാൽ ഡെയിലി മൊഗ്രാലായതിന് ശേഷമില്ലേ ഒരു ദിവസമാണ് ആൾ വരാതെ ഇതാക്കാതെ നാളില്ലേ ഉമ്മാനെ നോക്കിയവരെന്നെ നോക്കുന്നു. എന്നാലും നോക്കിയിട്ടൊരു നല്ല കഴിയുമ്പോൾ ഉമ്മ എന്താക്കുന്നിട്ട് വന്നിട്ട് നോക്കിയിട്ട് അവിടെ ഇരുന്നിട്ട് ബിസിയാക്കിയിട്ട് പോകുമ്പോഴേക്കില്ല അത് ആ ഒരു ഉമ്മാക്ക് പണ്ട് എല്ലാവരും പിരിസാക്കിയതിൻ്റെ ആ ഒരു ഇതാണത് കാണുന്നത്. ഞമ്മ അങ്ങനെ ചെല്ലും ഉമ്മ ഇപ്പോൾ ഇത്ര ആളല്ലേ പിരിസാക്കിയിട്ട് ഉമ്മാൻ ഇത്ര ആളല്ല നോക്കാൻ വന്നു. ഞമ്മക്ക് ഇങ്ങനെ അറിയോ, നമ്മളിങ്ങനെ അങ്ങനെയാണ് നമുക്കൊരു മനസ്സിലേക്കൊരു തോന്നുന്നത്. അങ്ങനെ ഉമ്മക്ക് മടവൂർ ഷേക്കിനെ മറ്റേ അലിയാക്കന്മാരെല്ലാം ഭയങ്കര വിശ്വാസം. അതിൽ മടവൂർ ഷേക്കിന് എന്തോ ഒരു ഇഷ്ടമായി ഉമ്മക്ക്. പണ്ടേ മടവൂർ ഷേക്കിന് ഓദിക്കും ഉസ്താദും. ഉമ്മക്ക് വലിയ പഠിപ്പും അറിവൊന്നുമില്ല. പക്ഷെ ഉമ്മ എന്താക്കുന്നത് മക്കളെ എങ്ങനെ ആയിപ്പോണ്ടാന്നില്ലേ എല്ലാത്തിനും ഉമ്മക്ക് കഴിയുന്ന പോലെ പഠിപ്പിച്ചതാണ്. നമ്മൾ സ്കൂളിൽ നിന്നും മദ്രസ എല്ലാം വന്നിട്ടായിട്ടില്ലേ അവർക്ക് കിട്ടുന്ന ടൈം കുറച്ചല്ലേ. ഇപ്പം നമ്മൾ രാവിലെ സ്കൂളിൽ പോയി വന്ന് വൈകുന്നേരം മദ്രസ പോയി അതിൻ്റെ ഇടയിലൊരു കിട്ടുന്ന ടൈമില്ലേ അതിൽ ഞങ്ങളെ അയച്ചിട്ട് ഒരു മമ്മിയിൽ കുറച്ച് സ്ഥലത്തുണ്ടായി നമ്മുടെ അടുത്ത് തന്നെ. ആടൊക്കെ അയച്ചിട്ട് മൊയ്യത്തിമാല, ബദർമാല, നഫീസത്തുമാല, ഹദ്ദാദ്, മറ്റേ സ്മൗലുസിന് അതെല്ലാം പഠിപ്പിച്ചതാണ്. ആടൊക്കെ അയച്ചിട്ട്. എന്നിട്ട് ഇപ്പുറത്തെ നമ്മളെ മുറ്റത്ത് തന്നെ ഒരു അപ്പുറത്തവരൊക്കെ ഒരു ട്യൂഷൻ എടുത്തുകൊണ്ടെങ്കിൽ ഉസ്താദ് ആടൊക്കെ അയച്ചിട്ട് അതിൽ ഒരു ബഗ അയക്കുന്നത് എങ്ങനെയെങ്കിലും മക്ക പഠിച്ചോട്ടെ. അത് ഉമ്മക്കൊരു തോന്നില്ല എന്നെപ്പോലെ ആയിപ്പോണ്ട് എൻ്റെ മക്കോ ഞാനെ പഠിക്കാതെ പോലെ ആയിപ്പോണ്ട് ഉമ്മ രണ്ടാമത് നാളെ അങ്ങനെ എന്തോ പണ്ട് പിന്നെ അങ്ങനല്ലേ അത്ര എന്നെ പഠിച്ചു. പിന്നെ ഉമ്മ ക്ലാസ്സിലേക്ക് പോയിട്ടാന്നല്ലേ ചെറിയോണ്ടേ. അപ്പോൾ എന്നെ പോലെ എൻ്റെ മക്കായല്ല നെറ്റിയില്ലേ അതിലെല്ലാം പഠിപ്പിക്കാൻ അതിലെല്ലാം പഠിപ്പിച്ചത് ഞങ്ങൾ പഠിച്ചിട്ടില്ല. മാഷാ അല്ലാ ഉമ്മ അങ്ങനെ പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ. അപ്പോഴേക്ക് ഈ സ്കൂളിനായിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന മദ്രസക്കാന്ന് പറഞ്ഞാൽ മദ്രസയിൽ തോതിപ്പിക്കുന്നയോ മൈദിമാലന് അത് നമ്മളിപ്പോൾ ഒരു മോന്തിയാകുമ്പോൾ ടി വി വെക്കുന്നില്ലേ. പക്ഷെ ഉമ്മാൻ്റെ അടുത്ത് 9 മണിയാവാതെ ടി വി തൊടാൻ കഴിയല്ല. അത് എല്ലാം മകരിവിന് ഓതേണ്ടതെല്ലാം ഓതണയും പോകണം, നിസ്കരിക്കണം വേണം. ഓതിയിട്ട് നിസ്കരിച്ചിട്ട് 8 മണിയാകുമ്പോൾ വന്നെങ്കിലേ തുടങ്ങി പറയാൻ. അതോ അപ്പം നമുക്ക് ഒരു ഭ്രാന്ത് പിടിച്ചോണ്ട് ഇപ്പം ഞമ്മക്ക് മക്കായിട്ടാകുമ്പോൾ അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാന്ന് പറഞ്ഞാൽ 8 മണിയോളായിട്ട് പിന്നെ മൈദിമാലയും ബദർമാലയും എല്ലാം പാടിയിട്ടാണോ ഒന്നിരുന്ന് വരുന്നെങ്കിൽ 9 മണിയാകുമ്പോൾ ടി വി വെക്കാൻ നമ്പിക്കും. അപ്പോഴേക്ക് നമ്മളെ പണ്ടത്തെ സീരിയലെല്ലാം തീർന്നില്ലേ വെച്ചിട്ടൊന്ന് പോകണം. ഇങ്ങനെ കപ്പാടിൻ്റെ മുകളിലാണ് നമ്മളെ ടി വി കൊണ്ടുണ്ടായിന്. അതിങ്ങനെ ടേബിളിലേക്ക് കയറി സ്വിച്ച് ഇട്ടിട്ട് ഇങ്ങനെ റിമോട്ട് കയ്യിൽ പിടിക്കണമെങ്കിൽ തുടങ്ങി പറയാൻ. ടി വി നോക്കുന്നതിന് കണ്ണിനെ നരകത്തിലേക്ക് ഇടാനാ, കണ്ണിനെ നരകത്തിലേക്ക് ഇടുന്ന, കണ്ണിനെ നരകത്തിലേക്ക് ഉമ്മൻ്റെ ആക്രം വിളിച്ചാക്കി കൊടുക്കട്ടെ. അപ്പം ഞാനിതാക്കുമ്പോൾ ഇപ്പം ഞാൻ പിള്ളേരെ ടി വി നല്ലവണ്ണം നോക്കുമ്പോൾ പറയലുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് പണ്ടായി ഞമ്മക്ക് ഉമ്മാൻ്റെ ഒരു ചൊടി എന്നോണ്ടായ പോലെ തന്നെ ഇപ്പം പിള്ളേർക്ക് വരുന്നതെന്തോ. പക്ഷെ ഇപ്പം ഞമ്മ അങ്ങനെ എന്തോ പറയലില്ലപ്പാ. നമ്മൾ ഫ്രീയിൽ വിടുന്നില്ലേ. പക്ഷെ അപ്പം നമ്മളെ ഉമ്മല്ല അത്ര സ്ട്രിക്റ്റിലും നോക്കിയോണ്ട് മാഷാ അല്ലാ അൽഹംദുലില്ലാ നല്ല നിലയിൽ എത്തിയല്ലേ ഓരോരാളോരോരിടത്ത്. ഇപ്പോഴത്തെ പിള്ളേർ മാഷാ അല്ലാ എന്ത് കഥയെന്നുള്ളാവല്ല. ഓരോരോ ഭാഗ്യം പോലെ ഉണ്ടാവും, എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലേ. അപ്പോൾ ഈ ഉമ്മാനെ പറഞ്ഞത്രയും വിചാരിച്ചത്രയും ചെല്ലിയത്രയും എന്തെല്ലാം ചെല്ലിയും നമുക്കൊരു എന്തോ മതിയാവുന്നില്ല. അങ്ങനെ ആവല്ലെന്ന് നമ്മളെ ഇപ്പം ഈ മൊഗ്രാൽ വന്നേ പിന്നെ സുഖമില്ലാതെ തന്നെയല്ലേ വന്നിന് തന്നെ കിടന്നിട്ട് തന്നെ ഉണ്ടായിന്. നമ്മളെ ഓർമ്മകളെല്ലാം ഉള്ള അവിടെ പെറുപാട് നമ്മളെ പുരയിൽ അവിടെ ഉണ്ടാകുമ്പോൾ അതിന് ഉമ്മാൻ്റെ നല്ല കാലം. പിന്നെ ഇപ്പോൾ വയസ്സായി. ഇപ്പോൾ ഈ ഭരിക്കേണ്ട വയസ്സൊന്നും ആയിട്ട് ഏകദേശം ഉമ്മാൻ്റെ ചങ്ങായിമാറി ഓരോരെല്ലാം കാണുമ്പോൾ നമുക്ക് മാഷാ അല്ലാ ആസാവല്ല. ഉമ്മ ഉണ്ടായിനെങ്കിൽ ഇങ്ങനെ നടക്കട്ടാഞ്ഞ് വരട്ടാഞ്ഞ് നിൽക്കട്ടാഞ്ഞ് ഇരിക്കട്ടെ അങ്ങനെ ഇട്ട് നമുക്കൊരു ആരെങ്കിലും കാണുമ്പോൾ ഒരു മനസ്സിലേക്കൊരു ബേജാറാന്നൊരു സന്തോഷവും ബേജാറും എല്ലാം മിക്സായിട്ട് എന്ത് ചെയ്യുന്ന അങ്ങനെ ആയിട്ട് കഴിഞ്ഞില്ല നമുക്കൊരു.
ഇപ്പം നമ്മൾ പിന്നെയും ഏട്ടത്തിയാണ് എത്തിയോറല്ലോ നമ്മൾ ഒന്നിച്ചൊരു വിഷയം പറയുമ്പോൾ അതാകുമ്പോൾ ഏട്ടത്തിക്ക് നമ്മൾ എന്തുണ്ടെങ്കിൽ ഇപ്പോൾ ഏട്ടത്തിയാണ് ഇപ്പം നമ്മളെ ബലം കൈ പോലെ ആയിട്ടുള്ളത് ഓളോടാണ്. ഇപ്പോൾ ഓളെ ബേജാറ് അത് നമുക്കില്ലേ ഒന്നിച്ചിട്ടുണ്ടാകാൻ പറയുന്നില്ല. ഒന്നിച്ചിപ്പോൾ ഞങ്ങൾ കൂടുമ്പോൾക്ക് ഒക്കെ തിരിക്കുമ്പോഴേക്ക് നമ്മൾ പെരയിൽ ഓരോ പെരക്ക് എല്ലാവരും കൂടിയിട്ട് പോകുന്നില്ല. അപ്പോൾ എന്തോ ഒരു ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേക്കല്ലേ ഇങ്ങനെ കരിയാൻ തന്നെയാന്ന് തോന്നുന്നു. നമുക്കൊരു മനസ്സിലേക്കൊരു ഒരു സമാധാനമല്ല, എന്തോ അതിനപ്പുറത്ത് എന്തോ ഒരു വേർഡ് അത് പറയാനറിയുന്നില്ല, അങ്ങനത്തെ ഒരു സംഭവമാണ്. അങ്ങനെ നമ്മൾ കുറേ ദിവസം എടുത്ത വീഡിയോസ് എല്ലാം ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്നത്. ഒരു ദിവസം 2 ദിവസം എന്തല്ല, കുറേ പെരുന്നാളിൻ്റെ മുമ്പത്തെ അത് കഴിഞ്ഞിട്ടുള്ളത്, അതിന് മുമ്പുള്ളത്. പിന്നെ ഇപ്പോൾ 40ഓളം ഞാൻ ഫോണിൻ്റെ ഭാഗത്ത് പോയിട്ടില്ല, നോക്കിയിട്ടില്ല, എന്താക്കിയിട്ടില്ല. പിന്നെ നമുക്ക് കുറേ പ്രൊമോഷനും വീഡിയോസ് അങ്ങനത്തെ എന്തെല്ലാം ഉണ്ടാകുന്നല്ലോ. അതെല്ലാം അവരോട് പൈസ വാങ്ങിയിട്ടെല്ലാം ആയിട്ട് ചെയ്തില്ലെങ്കിൽ അതും ഓർ വിളിച്ചോണ്ടിരിക്കുന്നു നമ്മളോട്. അങ്ങനെ ഞാൻ ഇൻസ്റ്റയിലെല്ലാം കുറച്ച് വീഡിയോസെല്ലാം ഇട്ടിട്ടുണ്ടായിന് 14 കഴിഞ്ഞതിന് ശേഷം. പിന്നെ യൂട്യൂബ് നമുക്കൊരു ഇങ്ങനെ അതും അങ്ങനെ മെസ്സേജ് വന്നുകൊണ്ട് പോകും നമുക്ക് ഇതായെങ്കിൽ. പിന്നെ ഇപ്പം നമുക്ക് ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ റീച്ച് ആക്കിയതല്ലേ, കഷ്ടപ്പെട്ടിട്ട് ആയതല്ലേ സബ്സ്ക്രൈബേഴ്സ് എല്ലാം. പിന്നെ അതിന് വിടാനും മനസ്സിലല്ല ഒരിക്കലും വേണ്ട, എന്തും വേണ്ട, ദുനിയാവേ അങ്ങനത്തെ ഒരു ഇതാണ് നമുക്ക്, ഒന്നും വേണ്ട. പിന്നെ ഞാൻ വിചാരിക്കും ഡിലീറ്റ് ആക്കണ്ട, ഇരിക്കട്ടെ, നോക്കാമല്ലോ, നിൽക്കട്ടെ എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ടില്ലേ കുറേ ഉണ്ട് വീഡിയോസല്ലോ. അത് ഇൻഷാ അല്ലാഹ് ഞാൻ ഓരോരുക്കായിട്ട് ഇട്ടിട്ട് കാണിക്കാം നിങ്ങൾക്ക്. അപ്പം നമുക്ക് എന്തല്ല അങ്ങനെ എന്താ ഞാനവിടെ പറഞ്ഞു നിർത്തിയ ഒരുവില്ല തലയുമില്ല ബാലുമില്ല ബെല്ലുമില്ല ബ്രേക്കുമില്ല കണക്കത്തെ അവസ്ഥയിൽ. അങ്ങനെ 14 ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുന്ന വന്നിന്. എന്നിട്ട് വരുമ്പോൾ തന്നെ ആങ്ങളെ ചെല്ലുന്നുണ്ട്. ഞാൻ മുന്നത്തെ പോലെ തന്നെ നിന്നുകൊണ്ടെല്ലാം നിൽക്കണോ, അതിനൊരു മാറ്റം വരുത്താൻ കഴിയല, അങ്ങനെ ആക്കാൻ കഴിയല, ഇങ്ങനെ ഭയങ്കര ബേജാറും അങ്ങനെ ഞാൻ കണ്ടോളല്ലോ നമ്മൾ വരുമ്പോഴെല്ലാം. അപ്പോൾ മാഷാ അല്ലാഹ് ഇനിയും മരണം വരെ അങ്ങനെ സന്തോഷത്തിൽ നിലനിൽക്കാൻ എത്തിക്കട്ടല്ലേ എല്ലാവർക്കും, കുടുംബത്തിൽ സന്തോഷത്തിൽ തന്നെ കഴിയാൻ. അങ്ങനെ ഇത് ഞാൻ എൻ്റെ അടുത്ത് മറ്റേ വാഷിംഗ് മെഷീൻ ഉണ്ടായി. പക്ഷേ ഈ ഓർഡറും കാര്യങ്ങളെല്ലാം പിന്നെ 2 ദിവസമോ 3 ദിവസമല്ലോ അലക്കുന്നത് ബാക്കിയാണ്, മെഷീനിലിട്ടത് ബാക്കിയാണ്, എടുക്കാൻ ബാക്കിയാണ്. അത് അങ്ങനത്തെ ഒരു അൽമ്പാണ്. അതുകൊണ്ട് ഞാൻ കുറേ സൈനസ് നീ ഓട്ടോമാറ്റിക് മേങ്ങ അത് നിങ്ങൾക്ക് നല്ല ഗുണമാവും. അപ്പോൾ ഞാൻ ഇതുള്ളത് കൊണ്ട് ഇങ്ങനെ ആയി നിൽക്കിട്ട് ഇതാക്കിയിട്ടുണ്ടായി. എന്നിട്ട് ഞാൻ 2ഉം കൽപ്പിച്ചിട്ടിരുന്നു. ഒരു ദിവസം പോയിട്ട് അന്നൊരു ദിവസം പെരുന്നാൾക്ക് മുമ്പാണ് വാങ്ങിയത് തോന്നുന്നു, പെരുന്നാൾക്ക് മുമ്പ് മേങ്ങാൻ പോയിട്ടുണ്ടായി. അപ്പോൾ അടുത്ത വീഡിയോ അങ്ങനെ ഓട്ടോമാറ്റിക് വേണ്ടിയിട്ട് മാഷാ അല്ലാഹ് ഇപ്പം നല്ല യൂസാണ്. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴും ഇത്ര കൊല്ലം ഞാൻ എന്താ പഠിച്ചവനെ മേങ്ങാത്തത്. പണ്ടേ ഉണ്ടായിന് അസ്രുവിൻ്റെ ആടുണ്ട് ഓട്ടോമാറ്റിക്കാണ് ബെറൈനിലുള്ള വാഷിംഗ് മെഷീൻ. അപ്പം ഉണ്ട് ചേർന്ന് നീ ഇങ്ങനത്തെ മേങ്ങിയിട്ട് നിനക്ക് പറ്റിയത് ഇട്ട് ചളിക്കിയാൽ മതി, വേറെ ഒന്നും പണിയില്ല, പയ്യെ കൊണ്ടുപോയിട്ട് അറുത്തിട്ടാൽ മതി എന്നുള്ളതിട്ട് എല്ലാത്തിനും ഓരോരോ സമയമില്ലേ. ഞാൻ ഇങ്ങനെ വെച്ചിട്ട് അത് ഇപ്പം ഞാൻ മേങ്ങിയിട്ട് പെരുന്നാൾക്ക് മുമ്പ് മേങ്ങിയത് ഇപ്പം നല്ല യൂസ്. ഇപ്പം ഞാൻ മാഷാ അല്ലാഹ് നാളെ നൽകും. ഇല്ലെങ്കിൽ ഞാനില്ലേ വലിയ ഓർഡറെല്ലാം കൽക്കാൻ ടൈം കിട്ടുന്നില്ല. ഈ ചേച്ചിമാർ നൽക്കുന്ന പണിക്ക് പോക്കില്ല. ഓറടിക്കൽ, തുടക്കൽ, മുറ്റടിക്കൽ, ബാത്റൂം പോകൽ, ക്ലീനാക്കൽ അങ്ങനത്തെ പണിയെടുക്കും. പക്ഷേ ഈ അലക്കാൻ അവർക്ക് മിഷനിലും തൊടാൻ അവർക്ക് അറിയാലോ, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ മന്നെ എടുക്കേണ്ടിയിരുന്നു. പിള്ളേരോട് അവർ ചെല്ലെങ്കിൽ ദുരി നേരാന്നില്ല. ഈ വൈറ്റുള്ളത് യൂണിഫോമെല്ലാം നനക്കും പിന്നല്ലോ. അങ്ങനെ ഭയങ്കര ഒരു തലവേദന പോയ പോലത്തെ ഒരു ഫീലാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ഓട്ടോമാറ്റിക് കിട്ടിയ. പിന്നെ മണ്ണ് പോകുന്നതെന്ന് വെച്ചാൽ വശമല്ലെന്ന് വെച്ചാൽ മിഷനിൽ നൽകിയ മണ്ണ് ഇത്രയല്ലേ പോകുന്നത്. പക്ഷെ എന്നാലും അൽക്കിട്ടായി എന്നുള്ളൊരു സമാധാനമുണ്ട്. പഠിച്ചിട്ടായാലും നിസ്കാരപ്പായാലും ഞാനിങ്ങനെ വേറെ വെച്ചായിട്ടെല്ലാം വെക്കലാണ്. അതിലിപ്പോൾ ബ്ലാങ്കറ്റ് മാത്രം പഴയ മിഷനിലേക്ക് ഇടും, വലുത് പഴയ മിഷന് വലുതാണ്. അപ്പോൾ അതിലിടും. മറ്റേ സാധാരണ നമ്മളെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കിലിട്ടിട്ട് സമാധാനം. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു മ്യൂസിക് വരുമ്പോഴില്ല അതിനായിട്ട് സമാധാനമെന്ന് പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ മിഷൻ മേങ്ങിയിട്ട് നോക്കിയിട്ട് വെച്ചിട്ട് വന്നത്. അപ്പോൾ ഒരു ഡെലിവറി ആക്കി തരാമെന്നല്ല പറഞ്ഞിട്ടുണ്ടായി. എന്നാൽ അങ്ങനെ കുറച്ച് പർച്ചേസും കാര്യങ്ങളും എന്തെല്ലാം ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ഓർഡർ ഉണ്ടായിനാന്ന് തോന്നുന്നു. നമുക്കിത് കുറേ സായം എടുത്തിട്ട് 1 മാസമെല്ലാം കഴിഞ്ഞ് ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ സാധനം എല്ലാം മേങ്ങിയിട്ടതിന് ശേഷം നമ്മൾ പുറത്തുനിന്ന് തന്നെ ഫുഡും കഴിച്ചിട്ടാണ് വന്നത്. ഇപ്പോൾ അസുഖം ഇങ്ങനെ സുഖമില്ലാത്തതുകൊണ്ട് തന്നെ ലേറ്റ് ആക്കുന്നില്ല. 8-8:30 മണിയുടെ ഉള്ളിൽ തന്നെ ഫുഡ് കഴിക്കും. ലേറ്റ് ആകുമ്പോൾ അത് കഴിയുന്നില്ല. എന്നിട്ട് വെനങ്ങാനൊന്നുമില്ലല്ലോ, ഫുഡ് കഴിച്ചിട്ട് തന്നെ ഇരിക്കുന്നല്ലേ. അപ്പോൾ ഓവർ തടിയോ ഇതെല്ലാം ഉണ്ടാകുന്നില്ല. പിന്നെ അസുഖം പെട്ടെന്ന് കഴിക്കാൻ നോക്കും, ഗുളികയെല്ലാം കഴിക്കാനുള്ളതുകൊണ്ട് തന്നെ.
അങ്ങനെ അപ്പോൾ വാഷിംഗ് മെഷീനെല്ലാം കിട്ടിയ പൊലിസിലില്ലതാ എല്ലാം കോരിയിട്ടും പരിയിട്ടും ഇടുന്നുണ്ട്. പക്ഷേ അതിന് ലിമിറ്റ് ഉണ്ട്, ആ ഒരു ലിമിറ്റ് പോലെ ഇടും. എന്നിട്ട് അതിൽ അലക്കിയതിന് ശേഷം 2 ബാച്ച് 3 ബാച്ചെല്ലാം നടക്കും. പിന്നെ ഡെയിലി നൽകുമ്പോൾ കുറച്ചാണ് ഡ്രസ്സ് ഉണ്ടാകുന്നത്. അങ്ങനെ 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 മാഷാ അല്ലാ അൽഹംദുലില്ലാ. അങ്ങനെ നമ്മളെ വീഡിയോ നോക്കാൻ ഇനി നമുക്ക് അതിനെങ്കിലും ഇടാന്നിട്ട് ഇങ്ങനെ തുടങ്ങിയതാണ് ഞാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ടാവും. പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണവേ. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങളെ ലൈക്കും കമൻറ്റും മസ്റ്റാണ്. നിങ്ങൾ യൂട്യൂബിൽ നോക്കുമ്പോൾ തന്നെ ഇൻസ്റ്റയിൽ നമ്മളെ ഫോളോ ആക്കണവേ. അതിൽ ഞാൻ റെസിപ്പീസ് എല്ലാം ഇടലുണ്ട്, ഇതിലൂടലുണ്ട്, അതിലൂടലുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഇതിലിന്ന് കാണിച്ചതില്ലേ നമ്മളെ ബട്ടറിൽ മറ്റെന്ത് നമ്മളെ പനീർ, ബട്ടർ പനീറില്ലേ, പനീറിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, നിങ്ങൾ ഉണ്ടാക്കി നോക്കവേ. അതിൽ ഞാൻ ഇടുന്നതെല്ലാം കണ്ടില്ലേ, ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി സംഭവങ്ങളെല്ലാം ഇട്ടിട്ട് പിന്നെ നല്ല പാങ്ങല മസാല ആയതിനു ശേഷം മിക്സിക്ക് ഇട്ടിട്ട് അരച്ചിട്ടായിട്ടില്ലേ അതിനെ തിളപ്പിക്കുക. അപ്പോഴേക്ക് ഈ പനീറില്ലേ, പനീറിനൊന്ന് ഉപ്പും മുളക് പൊടിയും ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ട് അതിൽക്കിട്ട് തിളപ്പിക്കാം. ഓക്കെ, അപ്പോൾ നല്ല ചപ്പാത്തിക്കെല്ലാം കൂട്ടാനില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.